ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആ വീഡിയോ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചുരിദാറിൻ്റെ പാൻറ്റിനാണെങ്കിലും സ്ട്രെയിറ്റ് പാൻറ്റിനാണെങ്കിലും നമ്മൾ സൈഡ് ഓപ്പൺ ചെയ്യാതെ തന്നെ ഒരു പോക്കറ്റ് എങ്ങനെ ഇടാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ ഈ ഷേപ്പിൽ ഒരു 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇത് കണ്ടോ, ഈ ഷേപ്പിൽ വേണം നമ്മൾ 2 പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ അതിനുണ്ടല്ലോ ഒരു 1/2 ഇഞ്ച് വീതിക്ക് ഇങ്ങനെ ഒരു ലൈൻ ആദ്യം വരയ്ക്കണം. 1/2 ഇഞ്ച് വീതിക്ക് ആ ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ പോക്കറ്റിൻ്റെ ഓപ്പണായിട്ട് നമ്മളൊരു 5.25 ഇഞ്ചോ 5 ഇഞ്ചോ ഇങ്ങനെ നമ്മൾ കൊടുക്കണം. ഇപ്പം ഞാനിതിന് 5 ഇഞ്ചാണ് ഓപ്പൺ കൊടുക്കുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ 5 5.5 5.25 ഇഷ്ടമുള്ള പോലെ കൊടുക്കാം പോക്കറ്റ് ഓപ്പണായിട്ട്. അപ്പോൾ ഞാനിതിന് 5 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. അതിനുശേഷം അവിടെ ഞാനിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുവാണ്. അങ്ങനെ ഈ മാർക്കാണ് പോക്കറ്റിൻ്റെ ഓപ്പൺ ഇത്രയേ ഉള്ളൂ, അതിൻ്റെ നീളം എത്രയാണ്. അതിനുശേഷം ഒരു 4 ഇഞ്ച് പോയിൻറ്റ് വീതിക്ക് ഞാൻ അതിനകത്തൊരു കോളം വരയ്ക്കുവാണ്. 4 ഇഞ്ച് പോയിൻറ്റ്, 4 ഇഞ്ചായാലും മതി. ഞാനിപ്പോൾ 4 ഇഞ്ച് പോയിൻറ്റ് വീതിക്കാണ് വരച്ചേക്കുന്നത്. അങ്ങനെ ഒരു കോളം വരയ്ക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കോളം വരച്ചെടുത്തു. ഇങ്ങനെ അതിന് ശേഷം നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ചുരിദാറിൻ്റെ ബോട്ടാണെങ്കിലും അല്ലെങ്കിൽ സ്ട്രെയിറ്റ് പാൻ്റ് ആണെങ്കിലും നമ്മളിങ്ങനെ സൈഡ് ഓപ്പൺ ചെയ്യുന്നില്ല. അത് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് മടക്കി എടുക്കുന്നുള്ളൂ. ഇങ്ങനെ കറക്റ്റായിട്ട് അതിൻ്റെ സൈഡ് നമ്മൾ മടക്കി എടുക്കണം. അപ്പോൾ ഇത് ഓപ്പൺ ഇല്ലാതെ നമ്മൾ ചുരിദാർ പാൻറ്റിനാണെങ്കിലും സ്ട്രെയിറ്റ് പാൻറ്റിനാണെങ്കിലും പോക്കറ്റ് വയ്ക്കണത് എങ്ങനെയാണ്, ഓപ്പൺ കൊടുക്കാതെ തന്നെ പോക്കറ്റ് വയ്ക്കണത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ എലാസ്റ്റിക് വയ്ക്കാനും തയ്യൽ തുമ്പിനും കൂടെ കൂടി ഒരു 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം. എലാസ്റ്റിക് വയ്ക്കാൻ ഒരു 1.5 ഇഞ്ചും മടക്കാനൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും. അതിനുശേഷം ആ മടങ്ങി വരുന്ന എലാസ്റ്റിക്കിൻ്റെ സൈഡ് സ്റ്റിച്ച് വന്നിടം ഒരു 1.5 ഇഞ്ച്. അങ്ങനെ 1.5 1.5 3 1/2 ഇഞ്ച് മടക്കാൻ, അങ്ങനെ 3.5 ഇഞ്ച് നമ്മൾ മുകളിൽ നിന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ടിപ്പോൾ ഈ മാർക്കിൻ്റെ താഴെ വേണം നമുക്ക് പോക്കറ്റിൻ്റെ ഓപ്പൺ വരാനായിട്ട്. അതിനുശേഷം നമ്മളിതങ്ങനെ വിടുത്തിയിടുക. അതിൻ്റെ അടിയിൽ നമ്മുടെ ആ മടക്കിൻ്റെ അടിയിൽ ആ പോക്കറ്റിൻ്റെ ഓപ്പൺ വന്നെടുത്ത് ഇതുപോലെ ഒരു പീസ് വെച്ച് കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആ പോക്കറ്റിൻ്റെ ഓപ്പൺ ചെയ്യുമ്പോൾ, പോക്കറ്റിൻ്റെ ഭാഗം ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ തയ്യൽ തുമ്പ് നമുക്ക് ഒളിപ്പിച്ചടിക്കാൻ അല്ലെങ്കിൽ മറച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പീസ് വെക്കണേ. അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കത് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൃത്യം ആ മടക്ക് വെച്ചതിന് ശേഷം ആ മടക്കിൽ നമ്മൾ ഒരു 4 ഇഞ്ച് പോയിൻറ്റിൽ ഒരു കോളം വരച്ചല്ലോ. നമ്മുടെ ഈ മടക്കിൽ നമ്മൾ ആ കോളത്തിൻ്റെ, അതായത് നമ്മൾ ആ മാർക്ക് ചെയ്തതിൻ്റെ താഴെയായിട്ട് നമ്മൾ ആ കോളം വെച്ചിട്ട് അതിൻ്റെ ആ മടക്കിൽ ഈ അരികിലത്തെ ലൈൻ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് വെക്കണം. ആ മടക്കും ആ ലൈനും കറക്റ്റായിരിക്കണം. അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ആ കോളം ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ ഈ കോളം നമ്മളിങ്ങനെ 4 സൈഡും അടിച്ചിങ്ങനെ അത് കറക്റ്റ് ചതുരത്തിലാക്കി എടുക്കണം. ഇങ്ങനെ നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കറക്റ്റ് ചതുരത്തിൽ അടിച്ചെടുത്തു. ഇനി നമ്മളതിൻ്റെ സെൻറ്റർ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് നമ്മളുണ്ടല്ലോ, അതിൻ്റെ സെൻറ്ററിൽ കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ സെൻറ്ററിൽ കട്ട് ചെയ്യുക. അതിനായിട്ട് നമ്മൾ അതിനുശേഷം ഇങ്ങനെ വിടുത്തി നമ്മളതിൻ്റെ ആ സ്ക്വയറായിട്ട് വരച്ച ആ ചതുരമുണ്ടല്ലോ, ആ ചതുരത്തിൻ്റെ നീളത്തിൽ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്യുക. അതിൻ്റെ ആ മൂല നമ്മളിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ആ മൂലയുണ്ടല്ലോ, ആ മൂല നമ്മളിങ്ങനെ കത്രികയ്ക്ക് ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യണം. അതെന്ന് വെച്ചാൽ മറിച്ചെടുക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, അത് മറിഞ്ഞ് കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ മൂല നമ്മളിങ്ങനെ വളരെ ചെരിച്ച് കൃത്യം ആ സ്റ്റിച്ചിൻ്റെ അവിടം വരെ ഇട്ടാവുള്ളൂ കേട്ടോ. സ്റ്റിച്ചിലേക്ക് കയറിക്കൊള്ളരുത്. സ്റ്റിച്ചിൻ്റെ അവിടം വരെ നമ്മൾ കട്ട് ചെയ്യണം. ഇങ്ങനെ 4 മൂലയും നമ്മൾ കട്ട് ചെയ്തെടുക്കണം.
അതിനെ 4 മൂലം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിനെ ഇവിടെ ഒരു സൈഡ് 1/2 ഇഞ്ച് ഉള്ളൂ കണ്ടോ. ഈ സൈഡ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പുള്ളൂ. ഈ സൈഡാണ് പോക്കറ്റ്, അവിടെ കൂടുതലുണ്ട്. ഇങ്ങനെ അടിച്ചതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ അതങ്ങനെ അകത്തേക്ക് മറിച്ചെടുക്കണം. കണ്ടോ, ആ പീസ് നമ്മളിങ്ങനെ അകത്തേക്ക് മറിച്ചെടുക്കണം. അപ്പോൾ ഒരു സൈഡ് 1/2 ഇഞ്ച് തുമ്പും ബാക്കിയുള്ള അങ്ങേ വശത്തേക്ക് പോക്കറ്റും കൂടെ പോകണം. അപ്പോൾ നമ്മളതിങ്ങനെ മറിച്ചെടുത്തതിന് ശേഷം നമ്മളിങ്ങനെ കൈക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാലും മതി. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, ഇങ്ങനെ കൈക്ക് പ്രസ് ചെയ്താലും അത് കറക്റ്റായിട്ടിരിക്കും. അങ്ങനെ പ്രസ് ചെയ്താൽ ശരിയാവില്ല എന്ന് തോന്നുന്നവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു അയൺ ബോക്സ് നമുക്കിങ്ങനെ തേച്ചെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ തേച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ പോക്കറ്റിൻ്റെ ഓപ്പൺ. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 4 ഇഞ്ച് പോയിലും ഒരു ചതുരം നമ്മളൊരു ഓപ്പൺ ഉണ്ടാക്കില്ല. അതിൽ 3 സൈഡ്, ഈ സൈഡും ഈ നീളമുള്ള സൈഡ്, ഈ ചെറിയ സൈഡും, അങ്ങനെ ഈ 3 സൈഡും നമ്മൾ ആദ്യം അടിച്ചെടുക്കണം. 3 സൈഡും നമ്മൾ അതിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്യണം. ആ ചെറിയ 2 സൈഡും നീളത്തിലുള്ള സൈഡും, അങ്ങനെ ആ 3 സൈഡ് നമ്മൾ അതിൻ്റെ എഡ്ജിലൂടെ നമ്മൾ ആദ്യം അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ 3 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ 2 പീസാണല്ലോ മുറിച്ചെടുത്തത്. അപ്പോൾ 2 പീസിൽ ഒരു പീസ് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മളിങ്ങനെ ഇതിൻ്റെ ഒപ്പം വെച്ചിട്ട് നമുക്ക് അങ്ങനെ വെച്ചുകൊണ്ട് സൈഡ് അടിച്ചെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ സൈഡ് ഓവർലോക്ക് ചെയ്താൽ മതി. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഈ സൈഡ് മൊത്തം ഇങ്ങനെ അടിച്ചതിന് ശേഷം നമുക്ക് സൈഡിൽ കൂടെ ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് ഓവർലോക്ക് ചെയ്തെടുത്താലും മതി. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്തത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഷേപ്പിൽ 2 പീസ് ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്യണത്. അപ്പോൾ ഞാൻ ഇതിനെ അടിച്ചു മുറിച്ചെടുക്കുകയാണ്. അങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനുമ്പാടെ നമ്മൾ ആ വെച്ചടിച്ച പീസ് ഉണ്ടല്ലോ, അത് ഈ തയ്യൽ തുമ്പ് ഒളിക്കാൻ വേണ്ടിയിട്ട്, അതായത് അടിയിലത്തെ പീസിൻ്റെ തയ്യൽ തുമ്പ് ഒളിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒന്ന് മടക്കി അടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ പോക്കറ്റ് പീസിൻ്റെ തയ്യൽ തുമ്പ് പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പീസ് വെച്ച് അത് തയ്യൽ തുമ്പ് അടിച്ചു മറിക്കുന്നത്. നമ്മുടെ ആ തയ്യൽ തുമ്പ് നൂലെഴുന്നു പോകാതെയും അത് പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ സൈഡ് മാത്രം നമ്മൾ അടിച്ചാൽ മതി. കാരണം വെച്ചാൽ മറ്റേ സൈഡ് നമ്മൾ ഓവർലോക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സൈഡിൽ നമ്മൾ ആ പീസ് ഇങ്ങനെ നമ്മൾ അടിച്ചു വയ്ക്കണം. ഇനി നമ്മൾ എങ്ങനെയാണെന്ന് അറിയുമോ, മറ്റേ പീസ് ഇതിൻ്റെ മുകളിൽ വയ്ക്കുക. നമ്മൾ പോക്കറ്റിന് 2 പീസാണല്ലോ മുറിച്ചത്, അതിലൊരു പീസ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് അടിച്ചു മറിച്ചെടുക്കുകയാണ്. ലോക്ക് ചെയ്യുകയല്ല, ഇതിങ്ങനെ ഒരു പോയിൻ്റ് വീതിക്ക് നമ്മൾ, അല്ലെങ്കിൽ 4 ഇഞ്ച് വീതിക്ക് നമ്മൾ അതിൻ്റെ അരികിലൂടെ നമ്മളിങ്ങനെ ഫുള്ളായിട്ട് അടിച്ചെടുക്കണം. ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ അടിച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, അത് മറിച്ചെടുക്കണം. ഫുള്ളായിട്ട് അടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ മറിച്ചെടുക്കണം. ഇങ്ങനെ നമ്മൾ മറിച്ചെടുക്കണം. അങ്ങനെ മറിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ എഡ്ജിലൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം. അതിങ്ങനെ ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ അതിൻ്റെ എഡ്ജിലൂടെ നമ്മൾ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം. അതിങ്ങനെ മടക്കി പിടിച്ചിട്ട് നമ്മൾ ഉണ്ടോ, അങ്ങനെ എഡ്ജിലൂടെ നമ്മൾ ഫുള്ളായിട്ട്
ഒരു സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞാൽ കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് നല്ല ഓപ്പൺ നല്ല ഫിനിഷിങ്ങിലായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. അതിൻ്റെ ആ പോക്കറ്റിൻ്റെ ഓപ്പൺ ഇപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ വന്നേക്കണുണ്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡ്, അതായത് ഈ 3 സൈഡ് നമ്മൾ അടിക്കണം. ആദ്യം നമ്മൾ മറ്റേ 3 സൈഡ് അടിച്ചു. ഇനി നമ്മൾ ഈ 3 സൈഡ്, ആ ചെറിയ സൈഡിൽ നിന്ന് തുടങ്ങി, ആ ചെറിയ സൈഡിൽ നിന്ന് നമ്മൾ തുടങ്ങി ഈ സൈഡ് കൂടി ഇങ്ങനെ അടിക്കണം. അപ്പോൾ അടിയിലത്തെ പോക്കറ്റ് പീസും കൂടെ വെച്ചതിന് ശേഷമാണ് നമ്മളിത് അടിക്കണത്. അപ്പോൾ അതിൻ്റെ 4 സൈഡും എഡ്ജിലൂടെ സ്റ്റിച്ച് വരും. അങ്ങനെ ആദ്യം നമ്മൾ മറ്റേ 3 വശം അടിച്ചു. ഇപ്പോൾ നമ്മൾ അടിയിലത്തെ പോക്കറ്റ് പീസ് വന്നതിന് ശേഷം നമ്മൾ ഈ 3 സൈഡും കൂടി അടിക്കുവാണ്. അപ്പോൾ അങ്ങനെ ആ 3 സൈഡും നമ്മൾ അടിച്ചെടുത്തു. കണ്ടോ, ഇതാണ് പോക്കറ്റ്. കണ്ടോ, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണിത്. കണ്ടോ, ഇതാണ് പോക്കറ്റ്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ 1/2 ഇഞ്ചിന് ശേഷമുള്ള ബാക്കിയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ്. അതായത് പോക്കറ്റിൻ്റെ ഓപ്പണിൻ്റെ സൈഡിൽ നമ്മൾ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ പുറത്തേക്ക് തള്ളിയിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ കട്ട് ചെയ്ത് കളയുക. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് അടിച്ചു മറിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ആ ഒരു സൈഡ്, ഈ സൈഡ് ലോക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ലോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതങ്ങനെ ലോക്ക് ചെയ്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, അകത്ത് തന്നെ നല്ല ഫിനിഷിംഗ് അല്ലേ. കണ്ടോ, വളരെ എളുപ്പത്തിലും വളരെ ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ഒരു പോക്കറ്റ് വയ്ക്കാനായിട്ട് പറ്റി. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ എലാസ്റ്റിക് ഇടാനായിട്ടുള്ള ആ ഭാഗം നമുക്ക് അടിച്ചു മറിക്കണമല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എലാസ്റ്റിക് വയ്ക്കാനായിട്ട് നമ്മളിങ്ങനെ അടിക്കുന്ന എങ്ങനെയാണെന്ന് കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ അതിൻ്റെ അരികെ ഒരു 4 ഇഞ്ച് വീതിക്ക് നമ്മൾ ഫുള്ളായിട്ട് അടിച്ചെടുക്കണം. ആദ്യം ഒരു 4 ഇഞ്ച് വീതിക്ക് അതിൻ്റെ അരികെ നമ്മൾ ഫുള്ളായിട്ട് അടിച്ചെടുക്കണം. ഇങ്ങനെ ഫുള്ളായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമ്മളുണ്ടല്ലോ ഒരു 1.5 ഇഞ്ച് വീതിക്ക് മടക്കണം. അങ്ങനെ മടക്കിയിട്ടുള്ളൂ നമ്മൾ ആ മടക്കിൽ ഒരു 4 ഇഞ്ച് നിർത്തിക്കൊണ്ട്, കണ്ടോ ഇവിടെ ഒരു 4 ഇഞ്ച് നിർത്തിക്കൊണ്ട് നമ്മൾ പോക്കറ്റിൻ്റെ മുകൾ വശം കട്ട് ചെയ്ത് കളയണം. അപ്പോൾ മടക്കി അടിക്കുമ്പോൾ നമുക്ക് ആ തുമ്പ് ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഒരു 4 ഇഞ്ച് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ച് നമ്മൾ മടക്കി അടിക്കണം. അതിൻ്റെ ഉള്ളിൽ നിന്ന പോക്കറ്റ് പീസ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് എലാസ്റ്റിക് ഇടാനുള്ള ഭാഗവും നമ്മൾ അടിച്ചെടുത്തു. കണ്ടോ, നോക്കി എത്ര ഫിനിഷിംഗ് ആയിട്ടായി പോക്കറ്റ് ഇരിക്കണമെന്ന് നോക്കിയേ. കണ്ടോ, ഇങ്ങനെ വളരെ ഫിനിഷിംഗ് ആയിട്ടും വളരെ എളുപ്പത്തിലും നമുക്ക് പോക്കറ്റ് ഇടാനായിട്ട് പറ്റും. കണ്ടോ, ഇതാണ് പോക്കറ്റിൻ്റെ ഓപ്പൺ. കണ്ടോ, വളരെ ഈ സൈഡൊക്കെ നമ്മൾ അടിച്ചെടുത്തേക്കണ കൊണ്ട് പോക്കറ്റ് ഒട്ട് കുത്തു വിട്ട് പോകത്തുമില്ല. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ മടക്കിയെടുക്കണം. കണ്ടോ, ഇതാണ് സൈഡ്. അപ്പോൾ സൈഡ് നമ്മൾ ഓപ്പൺ ചെയ്യാതെ തന്നെ സൈഡ് പോക്കറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് സൈഡ് പോക്കറ്റ് ഇടുന്നത്, ഓപ്പൺ ചെയ്യാത്ത പാൻറ്റിന് എങ്ങനെയാണ് സൈഡ് പോക്കറ്റ് ഇടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് സൈഡ് പോക്കറ്റ്. ഇനി ഇത് ക്രോക്കോച്ച് നമ്മൾ ചെയ്യുമ്പോഴുണ്ടല്ലോ, നമ്മൾ ഫ്രണ്ടിൻ്റെ അത് ബാക്കിനേക്കാൾ 1 ഇഞ്ച് കുറച്ച്, അല്ലെങ്കിൽ ഫ്രണ്ടിനേക്കാൾ നമ്മൾ 1 ഇഞ്ച് കൂടുതൽ ബാക്കി എടുക്കണം എന്നുള്ളതാണ്. ക്രോക്കോച്ച് എടുക്കുമ്പോൾ നമ്മളുണ്ടല്ലോ ഫ്രണ്ടിനേക്കാൾ 1 ഇഞ്ച് കൂടുതൽ ബാക്കി എടുക്കണം. അങ്ങനെ ബാക്കിയെടുത്ത്, അപ്പോൾ ബാക്കും ഫ്രണ്ടും ഉള്ള വ്യത്യാസം കണ്ടോ. അപ്പോൾ ഇങ്ങനെ വ്യത്യാസത്തിൽ വേണം നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ക്രോക്കോച്ച് നമ്മൾ ഓപ്പണില്ല, ക്രോക്കോച്ച് ഇങ്ങനെ 1 ഇഞ്ച് വ്യത്യാസത്തിൽ ഫ്രണ്ടും ബാക്കിയും തമ്മിൽ വ്യത്യാസത്തിൽ സൈഡ് പോക്കറ്റ്
കണ്ടോ, ഇതാണ് സൈഡ് പോക്കറ്റ്. സൈഡ് ഓപ്പൺ ചെയ്യാതെ തന്നെ സൈഡ് പോക്കറ്റ് വയ്ക്കുന്ന രീതിയാണിത്. അപ്പോൾ കണ്ടോ, വളരെ മനോഹരമായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന, തുടക്കക്കാർക്ക് പോലും ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് ഞാനത് കാണിച്ചേക്കുന്നത്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.